നല്ല തണുത്ത പ്രഭാതത്തിൽ നല്ല വായുവൊക്കെ ശ്വസിച്ച് നല്ല കൈയൊക്കെ നീട്ടി വലിച്ച് നടക്കുന്ന കേരളക്കരയിലുള്ള മനുഷ്യരോടാണ്, നിങ്ങൾ ഭാഗ്യം ചെയ്ത മനുഷ്യരാണ്, ദില്ലിയിലോട്ടൊന്ന് പോയി നോക്കണം. അവിടുത്തെ അവസ്ഥ ഇപ്പോൾ പിയാ സുനിൽ പറയും. ദില്ലിയിൽ വായു മലിനീകരണം അതിരൂക്ഷമാണ്. ആനന്ദ് വിഹാറിൽ രാവിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എത്രയാണെന്നറിയാമോ? 403 ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആഴ്ച മലിനീകരണ തോത് 500 കടക്കാനാണ് സാധ്യത. ഒരു ഗ്യാസ് ചേംബറിൽ പെട്ടിരിക്കുന്ന നഗരമായി ഡൽഹി മാറുകയാണ്. BJP സർക്കാർ പരാജയമാണെന്നാണ് ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തിയത്. രാഷ്ട്രീയം ആ വഴിക്ക് പോകും, വായു മലിനീകരണം തുടരുകയും ചെയ്യും. പഞ്ചാബ് ആണെങ്കിൽ വൈക്കോല് കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുക. ഹരിയാനയിൽ നിന്നും വൈക്കോല് കൂട്ടി കത്തിച്ചതിന്റെ പുകയൊക്കെ വന്നു തുടങ്ങി ദില്ലിയിലേക്ക്. പിയാ സുനിലുണ്ട്. പിയാ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ദില്ലി ഒരു ഗ്യാസ് ചേംബറായി മാറുകയാണോ? അത്രമേൽ വായുമലിനീകരണത്തിന്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണോ? പിയാ സുനിൽ, ആശങ്കയുയർത്തുകയാണോ ഈ വായുമലിനീകരണ തോത്? ഗുഡ് മോർണിംഗ് അരുൺ. ദില്ലി അക്ഷരാർത്ഥത്തിൽ ഗ്യാസ് ചേംബർ തന്നെയാണ്. ദില്ലിയിലെ വായു മലിനീകരണം നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഓരോ ദിവസവും അതിൻ്റെ എല്ലാ പരിധികളും കടന്ന് ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആനന്ദ് വിഹാർ മേഖലയിൽ രാവിലെ 5 മണിക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് 403 ഇപ്പോൾ അത് കൂടിയ ഒരു സാഹചര്യവുമുണ്ട്. അതുപോലെ തന്നെ കൽക്കാജി, മയൂർ വിഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ദില്ലി ഒരു വളരെ ചെറിയ ഒരു സംസ്ഥാനമാണ്. ഒരു 35 കിലോമീറ്റർ ദൈർഘ്യം മാത്രമേ ഉള്ളൂ ദില്ലിയുടെ ആകെയുള്ള ഒരു പ്രദേശം എന്നത്. ആ പ്രദേശത്തിനകത്ത് ഏതാണ്ട് എല്ലാ മേഖലകളിലും 400-ഉം 350-ഉം 400-ന് മുകളിലും ഒക്കെയായി വലിയ തോതിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കൂടിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിലൊക്കെ തന്നെ ഒരു 50 ആയിരിക്കും എയർ ക്വാളിറ്റി ഇൻഡെക്സ് കാണിക്കുക. കൊച്ചിയിലൊക്കെ തന്നെ വലിയ വാഹന തിരക്കുള്ള കൊച്ചിയിൽ പോലും ഒരു 60-ഓ 70-ഓ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പക്ഷേ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോഴാണ് 403, 410 എന്ന നിലയിലേക്കൊക്കെ തന്നെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉയർന്നു നിൽക്കുന്നത്. ഈ ആഴ്ചയിൽ തന്നെ ഇത് 500 കടക്കും എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഭീകരമാകും ദില്ലിയുടെ അവസ്ഥ എന്ന കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതേ ഉള്ളൂ. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ വൈക്കോൽ കത്തിക്കുന്നത് നിയന്ത്രിക്കാൻ ഇതുവരെ സാധിക്കാത്ത ഒരു ഗുരുതര സ്ഥിതി കൂടിയുണ്ട്. സുപ്രീം കോടതി ഇന്നലെയും ഈ കേസ് പരിഗണിച്ചിരുന്നു. വായു മലിനീകരണം തടയാൻ എന്താണ് സർക്കാരിന്റെ കയ്യിലുള്ള നടപടികൾ എന്ന് വിശദീകരിക്കാൻ ദില്ലി സർക്കാരിനോട് സുപ്രീം കോടതി ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിനോടും ഈ വിഷയത്തിൽ മേൽനോട്ടം വഹിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും വായു മലിനീകരണം തടയാനായി എയർ സ്പ്രേ ഒക്കെ തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായി തുടരുന്ന ഒരു ഗുരുതര സ്ഥിതി തന്നെയാണ് ദില്ലിയിലുള്ളത്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു, ഡൽഹിയിലൊക്കെ വിനോദസഞ്ചാരത്തിന് പോകുന്നുണ്ടെങ്കിൽ പിയാ സുനിൽ പറയുന്ന പോലെ 403-ഉം 500-ഉം ഒക്കെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഉള്ള നഗരത്തിലേക്ക് പോകാതിരിക്കലാണ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ലത്. അടിയന്തര ആവശ്യങ്ങളില്ലെങ്കിൽ ഡൽഹിയിലേക്കുള്ള യാത്ര ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇച്ചിരി ഒന്ന് താഴട്ടെ. നമുക്ക് ഡിസംബർ മാസം 2ാം വാരമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി തണുപ്പൊക്കെ വരും, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വൃത്തിയാവും, ഈ വൈക്കോൽ കത്തിക്കുന്നതൊക്കെ നിർത്തും. അങ്ങനെയാണെങ്കിൽ ഡൽഹി കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ആവും. ക്ലീൻ ആവുന്നത് വരെ ഡൽഹിയിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 403 ആയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ മാസ്ക് ഒക്കെ ധരിച്ചാണ് പിയാ സുനിൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്.